ജാതി സെൻസസിന്റെ കാര്യത്തിൽ മുട്ടുകുത്തി മോദി. രാഹുലിന് രാജ്യത്തിന്റെ കയ്യടി. വർഷങ്ങളായി രാഹുൽ ഗാന്ധിയുടെ ശക്തമായ ആവശ്യമായിരുന്നു രാജ്യത്ത് ജാതി സെൻസസ് നടത്താൻ മോദി തയ്യാറാവണം എന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ മോദി ഒരു തീരുമാനത്തിലെത്താതെ രാഹുൽ ഗാന്ധിയെ പരസ്യമായി പരിഹസിക്കുന്ന സമ്പ്രദായമാണ് തുടർന്നു പോന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ രാഹുലിന്റെ ശക്തമായ സമ്മർദ്ദം ഫലം കണ്ടു. രാജ്യത്ത് ജാതി സെൻസസ് നടത്താൻ കേന്ദ്ര സർക്കാർ ഒടുവിൽ തീരുമാനിച്ചു. രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിൻ്റെ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തുവെങ്കിലും ഈ തീരുമാനത്തിന് പിന്നിലെ അജണ്ടകൾ ആശങ്കയോടെ പങ്കുവെക്കുകയുണ്ടായി. ഇക്കാര്യത്തിൽ രാജ്യത്ത് വേണ്ടത് ജനങ്ങളുടെ സർവേയാണ്, അല്ലാതെ ഉദ്യോഗസ്ഥ സർവേ അല്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇത് പൂർത്തിയാക്കുന്നതിൽ ഒരു സമയപരിധി നിശ്ചയിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തുകൊണ്ടാണ് BJP ജാതി സെൻസസിനെ ഭയപ്പെടുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. ആ കണക്കുകൾ ഇന്ത്യൻ യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തും, പിന്നോക്ക സമൂഹങ്ങളുടെ യഥാർത്ഥ അവസ്ഥ എന്തെന്ന് മനസ്സിലാക്കും. അധികാരങ്ങളും വിഭവങ്ങളും ആരാണ് കൈവശം വെച്ചിരിക്കുന്നത് എന്നതിൻ്റെ ആധികാരിക രേഖകൾ പുറത്തുവരും. ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാരിൻ്റെ ഈ തീരുമാനം മോദിയുടെ ഭയം നിമിത്തമാണെന്നാണ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം പറയുന്നത്. കഴിഞ്ഞ 11 വർഷമായി ജാതി സെൻസസിനെ എതിർത്ത മോദി 2018 ജാതി സെൻസസ് പ്രഖ്യാപനം നടത്തിയതാണ്. പക്ഷേ പ്രഖ്യാപിച്ചതുപോലെ അത് പാലിച്ചില്ല. ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനത്തിൽ അടിമുടി അവ്യക്തത നിഴലിക്കുന്നുണ്ട് എന്നാണ് വ്യാപക വിലയിരുത്തൽ. പ്രഖ്യാപനം നടന്നെങ്കിലും അത് എന്ന് നടത്തുമെന്ന പ്രഖ്യാപനത്തിൽ ഇല്ല എന്നുള്ളത് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. രാജ്യത്ത് ജാതിയാണ് ഏറ്റവും ആഴവും പരപ്പുമുള്ള ഇന്ത്യൻ യാഥാർത്ഥ്യമെന്നിരിക്കെ തന്നെ വിവിധ ജാതി വിഭാഗങ്ങളെക്കുറിച്ച് കൃത്യവും കണിശവുമായ പഠനം ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥ മനസ്സിലാക്കാനും ഭരണപരമായ നടപടിക്രമങ്ങളെ കൂടുതൽ സൂക്ഷ്മമായി മനസ്സിലാക്കാനും കൃത്യതയിൽ പ്രയോഗിക്കാനും അത് ഏറെ അനിവാര്യമാണ്. തെലങ്കാന സെൻസസ് മോഡൽ പിന്തുടരണം എന്നാണ് രാഹുൽ ആവശ്യപ്പെടുന്നത്. തെലങ്കാനയിൽ ഒരു കൂടിയാലോചന പ്രക്രിയയിലൂടെയാണ് സെൻസസ് നടപ്പിലാക്കിയത്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമെന്നിരിക്കെ ജനാധിപത്യ സമ്പ്രദായത്തിൽ നിന്നുകൊണ്ട് വേണം ഇത് പൂർത്തിയാക്കേണ്ടത് എന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നുണ്ട്. സർക്കാരിൻ്റെ ഏകാധിപത്യ പ്രവണത രൂക്ഷമായ ഈ സാഹചര്യത്തിൽ സുതാര്യമായ സെൻസസാണ് പ്രതിപക്ഷ പാർട്ടികളുടെയും ആവശ്യം. ഒരു ദിശാബോധമില്ലാതെയാണ് മോദി എന്ന പ്രധാനമന്ത്രി പലപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ളത്. താൻ ശക്തനാണ് എന്ന് ലോകത്തിനു മുന്നിൽ കാണിക്കുന്നതിലുപരി സ്വന്തം അണികളെ പിടിച്ചു നിർത്തുന്നതിനായി ആരുടെയും അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കാതെയാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ 11 കൊല്ലമായി പ്രവർത്തിച്ചിട്ടുള്ളത്. അതിന് ഉത്തമ ഉദാഹരണമാണ് അപ്രതീക്ഷിതമായി രാജ്യത്ത് നടപ്പിലാക്കിയ നോട്ട് നിരോധനം, മഹാമാരിയെ നേരിടുമ്പോൾ ഉണ്ടായ വീഴ്ചകൾ, കൂടിയാലോചനകളില്ലാതെ നടപ്പിലാക്കാൻ ശ്രമിച്ച് പിന്നീട് നാണംകെട്ട രീതിയിൽ പിൻവലിക്കേണ്ടി വന്ന കാർഷിക നിയമങ്ങൾ. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ തിരിച്ചടിക്ക് വഴിയൊരുക്കൂ. ഇതുതന്നെയാണ് 400 സീറ്റ് ലഭിക്കുമെന്ന് വീമ്പിളക്കി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിട്ട മോഡി അനുഭവിച്ചത്. അതുപോലെ തന്നെ രാജ്യത്ത് ധനികർക്കൊപ്പമാണ് മോദി എന്ന രാഹുൽ ഗാന്ധിയുടെ പ്രചരണവും താഴെത്തട്ടിൽ പ്രവർത്തിച്ചു എന്ന് വേണം കഴിഞ്ഞ കൊല്ലത്തെ തിരഞ്ഞെടുപ്പിൽ നിന്നുള്ള UP ഫലങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പകൽഹാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ മോദി കടുത്ത സമ്മർദ്ദത്തിലാണ്. അതിലൊന്ന് രാജ്യത്തിൻ്റെ ശ്രദ്ധ മാറ്റുവാനാണ് രാഹുൽ ഗാന്ധിയുടെ ആവശ്യങ്ങൾ ഈ വൈകിയ വേളയിലെങ്കിലും രാജ്യത്ത് പൊതു സെൻസസിനോടൊപ്പം ജാതി സെൻസസും നടത്തുക എന്ന തീരുമാനത്തിൽ എത്തിച്ചിട്ടുള്ളത്. ഇത് ഒരു ഭരണകർത്താവിൻ്റെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയല്ല, മറിച്ച് രാഹുൽ ഗാന്ധിക്ക് മാത്രമുള്ള സമ്പൂർണ്ണ വിജയമാണ്. അതുകൊണ്ട് തന്നെ ജനശ്രദ്ധ ഇന്ന് രാഹുൽ ഗാന്ധിയിലാണ്, മോഡിയിലല്ല. രാജ്യത്തിൻ്റെ ഉയർച്ച മുന്നിൽ കണ്ട് രാഹുൽ ഗാന്ധി നടത്തുന്ന ശക്തമായ ഇത്തരം നീക്കങ്ങൾക്ക് ഇന്ത്യൻ ജനത ഒറ്റ ശബ്ദമായി രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ അണിനിരക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.